ദാനിയേൽ 9-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അഹസ്വേരോസിന്റെ മകനും ജനനം കൊണ്ട് മേദ്യാക്കാരനും കൽദായരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാര്യൂസിന്റെ 1-ാം ഭരണവർഷം. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമ്യാ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയോ അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടണങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർദ്ധിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങേ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾക്ക് ചെവികൊണ്ടില്ല. കർത്താവെ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറച്ചു കളഞ്ഞ യൂദയായിലെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവികൊണ്ടില്ല. അവിടുന്ന് ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കുമെതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ജെറുസലേമിന് സംഭവിച്ചതുപോലെ നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല. അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ്. ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് ശക്തമായ കരുത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണ്ണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധ ഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളുടെ നിമിത്തം ജെറുസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവികൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങൾ നീതിയാലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രവിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവികൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. അക്രമം നിർത്തിവയ്ക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്ര വയ്ക്കുന്നതിനും
അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകളുണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചയ്ക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാകും. പകുതി ആഴ്ചയ്ക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരുത്തും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നത് വരെ അത് അവിടെ നിൽക്കും. ദാനിയേൽ 10-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പേർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽത്ത്ശാസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ദാനിയേലിനെ ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചു. അങ്ങനെ തനിച്ചായി ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തി അറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയറ്റ നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവർ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലെ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മീഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ടു. വരാനിടുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് എന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവർ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച് ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെയുള്ള യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽ ദൂതനായ മീഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല.